എൻ്റെ സഹപ്രവർത്തകരെ, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ സാബു, പ്രിയ വിദ്യാർത്ഥിനികളെ, നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഫെയർവെൽ കം കോളേജ് ഡേ സെലിബ്രേഷൻ ആണല്ലോ. ഫെയർവെൽ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അതിനെ പാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് കോഴ്സ് പാർട്ടിങ് ഈസ് പെയിൻഫുൾ. പക്ഷെങ്കിൽ ഇതൊരു റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഈ വിഷമിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ജനിക്കുമ്പം മുതൽ ഓരോ സ്റ്റേജ് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോരുത്തരെ പാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 80 പേരും 80 സ്ഥലത്താകുന്നു. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളിപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുകയാണെങ്കിൽ അവിടെയും കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നു. ഇനിയും ഇഫ് യു ആർ ഗോ ഫോർ എ ജോബ് അഗെയിൻ യു ആർ ഗെറ്റിംഗ് എ ന്യൂ ഫ്രണ്ട്സ്. അത് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഈ ഫ്രണ്ട്സിനെ പിരിയുന്നു. അപ്പോൾ ഇതൊരു റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ ഈ കോളേജ് വന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയത്തോടു കൂടി തന്നെയായിരുന്നു വന്നത്. കാര്യം B2 ബാച്ച് എന്ന് കേൾക്കുമ്പം തന്നെ മറ്റൊന്നും കൊണ്ടല്ല, എല്ലാം മച്ചുവേർഡ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഭയക്കാനും മാത്രമുള്ള സംഗതികൾ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇടപഴകി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനസ്സുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് ആയിട്ടാണ് നിങ്ങളെനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ടൂറിന് പോയതും അത് ഓർഗനൈസിങ് കപ്പാസിറ്റി, ഇപ്പം ഇത് തന്നെയാണെങ്കിൽ അറിയാം, വളരെ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് 2 ആഴ്ച മുമ്പേ ക്ലാസ് വരുന്നില്ലെങ്കിൽ തന്നെയും വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇത്രയും ഇത് തന്നെയാണെങ്കിൽ എന്തുമാത്രം ക്യാഷ് ഇതെല്ലാം മണിയെല്ലാം റേസ് ചെയ്തുകൊണ്ട് ഇത്രയും പാട് കഴിച്ച് ഇത്രയും ടീച്ചേഴ്സിനോട് ഇത്രയും സഹകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോളേജിനോട് ഇത്രയും സഹകരിച്ചതിന് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും കോളേജിൻ്റെ നാമത്തിലും ആദ്യമായിട്ട് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണ്. നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ I just want to emphasize the peculiarity of this age. You expect the beyond the limit. അപ്പോൾ ഈ ലിമിറ്റിന് മേളിലായിട്ട് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ലിമിറ്റ് വരെ വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു പരിധി വരെ നമുക്ക് ഉയരാൻ പറ്റും. പിന്നെ നമ്മുടെ കലാലയ ജീവിതമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എസ്പെഷ്യലി ഇന്ത്യയിലെ അവസ്ഥയുമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ പഠിച്ച് അല്ലെ പാസ്സായെന്നൊക്കെ പറഞ്ഞാൽ ഈ ഡിഗ്രിക്ക് ഒന്നും തന്നെ ഒരു കടലാസിന്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല. അതായത് പുസ്തകത്തിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മുടെ പഠനം. അതായത് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നിങ്ങളുടെ സർഗപ്രതിഭകളെ കണ്ടെത്തുന്നതിന് സഹായിക്കട്ടെ. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ഉതകുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. You are most welcome to the college. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും you can contact the college. എന്തെങ്കിലും ആവശ്യങ്ങൾ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നല്ല നിലയിലേക്ക് എത്തപ്പെടുവാനായിട്ട് ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ നാമത്തിലും കോളേജിൻ്റെ നാമത്തിലും ടീച്ചേഴ്സിൻ്റെ നാമത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.